ടൈറ്റാനിക് കപ്പൽ, അതിനെക്കുറിച്ച് കേൾക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. ടൈറ്റാനിക് കപ്പലിന് സംഭവിച്ച ദുരന്തത്തെക്കുറിച്ച് കേൾക്കാത്തവരുണ്ടാവില്ല. അത് വളരെ മനോഹരമായി ചിത്രീകരിച്ചതായിരുന്നു ആ സിനിമ തന്നെ. ആ സിനിമ സശ്രദ്ധം വീക്ഷിക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും. ആ കപ്പൽ അതിമനോഹരമായ കപ്പലായിരുന്നു. അതീവ സുരക്ഷയോടുകൂടി പണിത കപ്പലായിരുന്നു. സാധാരണഗതിയിൽ ഒരപകടവും സംഭവിക്കാൻ പാടില്ലാത്ത കപ്പലുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ആ കപ്പലിന് അപകടം സംഭവിച്ചു എന്നുള്ളത് സൂക്ഷിച്ച് വീക്ഷിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. അമരക്കാരൻ്റെ അശ്രദ്ധയായിരുന്നു അതിൻ്റെ കാരണം. ആ കപ്പലിൻ്റെ ക്യാപ്റ്റൻ തൻ്റെ മുമ്പിലുള്ള അപകടം മുൻകൂട്ടി കാണാനും അത് ഒഴിവാക്കി വഴി മാറി സഞ്ചരിക്കാനും തയ്യാറായിരുന്നുവെങ്കിൽ ആ കപ്പൽ തകരില്ലായിരുന്നു. കപ്പൽ തകരില്ല എന്നുള്ള അഹങ്കാരത്തോടു കൂടി കപ്പൽ ഏത് വഴിക്കും പോകട്ടെ എന്ന് വിചാരിച്ചാൽ ഏത് കപ്പലും തകർന്നു പോകും. അമരക്കാരൻ്റെ അശ്രദ്ധയും അമരക്കാരൻ്റെ അമിളിയും അമരക്കാരൻ്റെ അഹങ്കാരവും താൻ നയിക്കുന്ന ഏത് പ്രസ്ഥാനത്തെയും തകർക്കും എന്ന് നമ്മൾ ആരും മറക്കരുത്. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നമ്മൾ എത്ര പണിയെടുത്താലും ഈ അമരക്കാരൻ ജാഗ്രതയുള്ളവനും അമരക്കാരന് അറിവുള്ളവനും അമരക്കാരന് ജാഗ്രതയുള്ളവനും ആയില്ല എന്നുണ്ടെങ്കിൽ ദിശ തെറ്റിപ്പോവും. അത് അപകടത്തിലേക്കാവും. അതുകൊണ്ടാണ് മലയാളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട വാക്കുകൾ അമരക്കാരനും ദിശാബോധവും. ബാക്കി എല്ലാവർക്കും എന്ത് അധ്വാനിച്ചിട്ടും കാര്യമില്ല. ഈ അമരക്കാരന് ദിശ തെറ്റിയാൽ അപകടം ഉറപ്പാണ്. മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക സംഘടനകളുടെയൊക്കെ അമരത്തിരിക്കുന്നവരോട് സംസാരിക്കേണ്ടി വരുമ്പോൾ പലപ്പോഴും നമ്മളൊക്കെ കേട്ടിട്ടുള്ളതും ഞാൻ ഉപയോഗിക്കാറുള്ളതും ഈ ഒരു ഉപമ തന്നെയാണ്. വഞ്ചി മലയാളികൾക്ക് വളരെ പരിചയമുള്ളതാണ്. വഞ്ചി തുഴയുന്ന ആളുകൾ എത്ര അധ്വാനിച്ചാലും അത് അതിൻ്റെ അമരത്തിരിക്കുന്ന ആ ഒരൊറ്റ വ്യക്തിക്ക് ആ ദിശ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ അധ്വാനം നിഷ്ഫലമാവും. മുന്നോട്ട് പോകും വഞ്ചി, പക്ഷെ ലക്ഷ്യത്തിലെത്തില്ല. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ നേതൃത്വമുണ്ട്. നമ്മളാകുന്ന ഓരോ നേതൃത്വ തലങ്ങളിലിരിക്കുമ്പോഴും നമുക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടാവണം. അതിന് ആ ലക്ഷ്യത്തെക്കുറിച്ചുള്ള അറിവും ആ ലക്ഷ്യത്തിലേക്ക് നയിക്കാനുള്ള ദിശാബോധം ഉണ്ടാവണം. ആ ലക്ഷ്യത്തെക്കുറിച്ചുള്ള അറിവും ദിശാബോധവും നമുക്കുണ്ടായില്ല എന്നുണ്ടെങ്കിൽ നാളെ നമ്മളെ ചരിത്രം പഴിക്കും. അണികളെ ആവില്ല പഴിക്കുക, അമരക്കാരനെയാവും പഴിക്കുക. സമൂഹത്തിലെ ചുറ്റുപാടും വെറുതെ കണ്ണോടിച്ച് നോക്കിയാൽ മതി. ഒരുപാട് പാഠങ്ങൾ നമുക്ക് ചരിത്രത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മൾ ചരിത്രം വായിക്കുന്നേ ഉള്ളൂ, ചരിത്രം പഠിക്കുന്നില്ല. പാഠം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ പഠിക്കാനുള്ളതാണ് എന്നുള്ളതാണ്. അങ്ങനെ പഠിച്ചിരുന്നുവെങ്കിൽ നമ്മളിന്ന് കാണുന്ന ദുരവസ്ഥകളോ ദുരന്തങ്ങളോ നമ്മുടെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, മത, സാമുദായിക മേഖലകളിലൊന്നും ഉണ്ടാവില്ലായിരുന്നു. കാരണം അവിടെയുള്ള നേതാക്കന്മാർക്ക് ദിശാബോധം നഷ്ടപ്പെട്ടതുകൊണ്ടോ അല്ലെങ്കിൽ അവിടെയുള്ള നേതാക്കന്മാരുടെ അമരക്കാർക്ക് അഹന്ത വന്നതുകൊണ്ടോ അമളി പറ്റുന്നതുകൊണ്ടോ അശ്രദ്ധ വരുന്നതുകൊണ്ടോ ഒക്കെ സംഭവിക്കുന്ന അബദ്ധങ്ങളാണ് നമ്മൾ മിക്കവാറും കാണുക. അങ്ങനെ പറ്റിയിട്ടുള്ളിടത്തെല്ലാം സംഭവിച്ച ദുരന്തങ്ങൾ ഒന്ന് പഠിക്കാൻ തയ്യാറായാൽ ഒരുപാട് മാറ്റങ്ങൾ നാം നയിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. ഒരുപാട് തിരുത്തലുകൾ നമുക്ക് വരുത്താനും സാധിക്കും. അങ്ങനെ തിരുത്തലുകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ആർജവത്വമാണ് നമ്മുടെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, മത, സാമുദായിക നേതാക്കന്മാർക്ക് ഉണ്ടാവേണ്ടത്. അവർക്ക് ആ ആർജവത്വം ഉണ്ട്, അതിനുള്ള ധൈര്യമുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രസ്ഥാനങ്ങളൊക്കെ നന്നാവും.
അങ്ങനെ വലിയ വലിയ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ നാമൊക്കെ ആയിരിക്കുന്ന കൊച്ചു കൊച്ചു പ്രസ്ഥാനങ്ങളുണ്ടല്ലോ, നമ്മുടെയൊക്കെ കയ്യിലും ഒരു അണികളുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. നമ്മളെ നോക്കി യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവരും നമ്മുടെ ചുറ്റുപാടുമുള്ളവരൊക്കെ, അപ്പം നമ്മൾ നോക്കി യാത്ര ചെയ്യുന്നവർക്കെങ്കിലും ഒരു ദിശാബോധം ശരിയായി കൊടുക്കാൻ അമരത്തിരിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.